ഇതിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സിൽവർ മണി പ്ലാന്റ് ആണ്. ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മൾ സെറ്റ് ചെയ്ത രീതിയൊക്കെയാണ്. ഹാങ്ങിങ് ആയിട്ടും പോട്ടിൽ വെച്ചിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ എല്ലാ സ്ഥലത്തും കാണുന്ന സാധാരണ ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ്. ഒരു യെല്ലോയും അതുപോലെ തന്നെ ഗ്രീൻ ലീഫും ആയിട്ടാണ് ഇതിന് കളർ വന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ സാധാരണയായിട്ട് ഗോൾഡൻ മണി പ്ലാന്റ് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ മഞ്ജുള ആണ്. മഞ്ജുള പൊത്തോസ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഏകദേശം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് മിക്സ് ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ ചെറിയൊരു കഷ്ണമായിരുന്നു ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്പം നന്നായിട്ട് വള്ളി പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ലീഫിനോടും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നന്നായിട്ട് വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വഴിയ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കുറച്ച് ഹാങ്ങിങ്ങിനെക്കാട്ടും നന്നായിട്ട് ബുഷി ആയിട്ട് വളർത്തുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ നമ്മൾ വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എൻജോയ് പത്തോസാണ്. നല്ല ഭംഗിയാണ്. മണി പ്ലാന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്ലാന്റ് ആണ്. എൻജോയ് പത്തോസ് എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീനിലേക്കാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതുപോലെ ബുഷിയായിട്ട് വളരുന്നതാണ് ഏറ്റവും ഭംഗി. നമ്മളിത് ഹാങ്ങിങ് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമുക്കിതുപോലെ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാം, പോട്ടിൽ വെച്ച് കൊടുക്കാം. നമ്മളിതിപ്പോൾ പോട്ടിലും വെർട്ടിക്കൽ ഗാർഡനായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി. ഇത് നിയോൺ പത്തോസാണ്. നല്ലൊരു എന്താ പറയുക യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഒരു ഗ്രീൻ യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അധികം ഹാങ്ങിങ് ആകുന്നതിനെക്കാട്ടിയും ഭംഗി ഒരു ബുഷിയായിട്ട് വളർത്തുന്നതാണ് ഭംഗി. ഇത് നമ്മൾ പോട്ടിൽ വെറുതെ ഇൻഡോർ ആയിട്ടും വെറുതെ ബുഷിയായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റ് വെറൈറ്റീസിൽ നിന്ന് നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തത് ഔട്ട്ഡോർ ആയിട്ടാണ്. ഇത് നമ്മൾ അടുത്തൊരു വെറൈറ്റിയാണ്. സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ആണ്. സിൽവർ മണി പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആഷ് കളറാണ് ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഗ്രീൻ കളറും വരുന്നുണ്ട്. ഇതും നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെയാണ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ പ്ലാന്റുകൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും ഇതിൻ്റെ ഗ്രോത്ത്. പക്ഷേ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്ത് മണ്ണിൽ ഒക്കെ അങ്ങനെയും വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറമെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളിയായിട്ട് വരും. നമ്മളിത് ഹാങ്ങിങ് ആയിട്ട് നിലത്തേക്ക് തൂങ്ങിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബുഷായിട്ട് നമുക്ക് അങ്ങനെയും വളർത്താവുന്നതാണ്. ഇൻഡോർ ആയിട്ട് വെച്ചാൽ നമ്മളിത് സൺലൈറ്റിൽ ഏകദേശം ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ സ്പോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. കുറച്ചെങ്കിലും സൺലൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ പാർഷ്യലായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും വെളിച്ചം കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ആ ഇലകൾക്കൊക്കെ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ചെറിയൊരു കെയർ എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഹാങ്ങിങ് വേണ്ടാത്തവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ചേർത്തിട്ടുള്ളൊരു മിശ്രിതം തന്നെയാണ്. അതൊരു കൂടുതൽ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. വളരെ നേർപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം, ഇതൊക്കെയാണ് നമ്മൾ വളപ്രയോഗം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാറ്. ഒരു വളവും ഇല്ലാതെ തന്നെ ഈ ചെടികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പോട്ടാണ്. ഒരു ട്രയോ പോട്ട് എന്ന് വേണം നമുക്ക് പറയാം. ഒരു 3 വാഴയാണ് ഈ ഒരു പോട്ടിനുള്ളത്. ഇതിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സിൽവർ മണി പ്ലാന്റ് ആണ്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മഞ്ജുളയാണ്. ഈ ഒരു വെറൈറ്റീൻ്റെ പേര് മാർബിൾ പത്തോസ് ആണ്. അങ്ങനെ 3 വെറൈറ്റിയും കൂടി ഒരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഈ ഒരു കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഈ ഒരു മഞ്ജുള പത്തോസാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കട്ട് ചെയ്ത പീസ് തന്നെ നമുക്ക് 1-2 കഷ്ണമാക്കിയിട്ട് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാം. കാരണം
ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്ന് നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് വേരുകളുള്ളത്. നമ്മളിത് 2 പീസായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മുറിച്ചെടുത്തിട്ടുള്ള 2 പീസാക്കിയിട്ടുണ്ട്. അതിൽ ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേറെ ഒരു പോട്ടിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പീസ് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഓൾറെഡി വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസും നമ്മളത് നട്ടു കൊടുത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രീതികൾ. അപ്പോൾ ഇനിയും നമുക്ക് ഇൻഡോറായിട്ടും കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ വഴി അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളക്ഷൻ ഓഫ് മണി പ്ലാന്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോ